ഈ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകളുടെ മോഷണം വലിയ താരം അല്ലേ, ഹീറോ, നായകൻ ഒക്കെയാണ് AR റഹ്മാൻ. മൊത്തത്തിൽ തെക്കേ ഇന്ത്യയിലെയും ഹിന്ദിയിലെയും വടക്കേ ഇന്ത്യയിലെയും എന്നൊക്കെ പറയാം സിനിമാ സംഗീതത്തിനെ മാറ്റിമറിച്ച ആളാണ്. പുലർച്ചെ 2 മണിക്കൊക്കെയാണ് അദ്ദേഹം പാട്ട് റെക്കോർഡ് ചെയ്യുക. രാവിലെ മൊത്തം കിടന്നുറങ്ങും എന്നൊക്കെ അടുത്ത കാലത്തും അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഞാൻ വായിച്ചു. പക്ഷേ ഇപ്പോൾ വല്ലാത്ത ഒരു നാറ്റം റഹ്മാൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. പൊന്നിയിൻ സെൽവൻ മണിരത്നം സംവിധാനം ചെയ്ത സിനിമയാണ്. കൽക്കിയുടെ വളരെ പ്രസിദ്ധമായ ഇതിഹാസമാണ്. പൊന്നിയിൻ സെൽവം 2ാം ഭാഗത്തിൽ വീരരാജവീര എന്ന് പറഞ്ഞ പാട്ട് കോപ്പി അടിച്ചതാണ്, മോഷ്ടിച്ചതാണ് എന്നുള്ള ആരോപണം കോടതി ശരിവച്ചിരിക്കുന്നു. ഡൽഹി ഹൈക്കോടതി, പ്രതിഭാ സിംഗ് ഹൈക്കോടതി ജഡ്ജി. ഈ കേസ് കൊടുത്തത് പത്മശ്രീ ഉസ്താദ് ഫയാസ് വസീവുദ്ദീൻ ധാഗർ ആണ്. ഈ ധാഗർ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ബാപ്പയും അമ്മാവനും പൈതൃകമായിട്ട് തന്നെ അവർ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെ അറിയപ്പെടുന്ന ആളുകളാണ്. ഉസ്താദ് വസീഫുദ്ദീൻ ധാഗറിന്റെ മറ്റേ ബാപ്പയും അങ്കിളും ഒക്കെ അമ്മാവനും. അപ്പോൾ ഈ ബാപ്പയും അമ്മാവനും കൂടി ശിവസ്തുതി എന്ന് പറഞ്ഞിട്ട് 1970കളിൽ വളരെ പ്രശസ്തമായ ഒരു പാട്ട് ആൽബം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അങ്ങനെ തന്നെ ശിവസ്തുതി കോപ്പി അടിച്ച് മാറ്റിയതാണ്. ക്രെഡിറ്റ് ഒന്നും കൊടുത്തുമില്ല. ക്രെഡിറ്റിന്റെ കാര്യം പോയി സംസാരിച്ചപ്പോൾ പോസിറ്റീവായിട്ട് പ്രതികരിച്ചുമില്ല എന്നൊക്കെ ഫയാസ് വസീവുദ്ദീൻ ധാഗർ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. മദ്രാസ് ടോക്കീസ്, അത് മണിരത്നത്തിന്റെ കമ്പനിയാണ്. മദ്രാസ് ടോക്കീസ് നിർമ്മാണ കമ്പനി. ലൈക്ക പ്രൊഡക്ഷൻസ്, അതും വളരെ ലൈക്ക പ്രൊഡക്ഷൻസ് വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ എമ്പുരാൻ മറ്റേ ഗോകുലം ഗോപാലിന് എടുക്കുന്നത്. മറ്റേ ശ്രീലങ്കക്കാരൻ ആണ്. ഇംഗ്ലണ്ടിൽ താമസം. അതെ, അയാളും കൂടിയിട്ടാണ് ഈ പൊന്നിയിൻ സെൽവൻ നിർമ്മിച്ചത്. അപ്പോൾ ഈ ധാഗർ ബ്രദേഴ്സിന്റെ ശിവസ്തുതി, ധാഗർ ബ്രദേഴ്സ് ആരാണെന്ന് നോക്കാം. പരേതനായ ഉസ്താദ് N ഫയാസുദ്ദീൻ ധാഗർ, പിന്നെ സഹീറുദ്ദീൻ ധാഗർ, ഇവരാണ് ധാഗർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അവർ ചെയ്തതാണ് ശിവസ്തുതി. 117 പേജാണ് വിധി. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വെറും കോപ്പി അടിച്ചിരിക്കുകയാണ്. ലിറിക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. അതായത് രചന, ഇതിലെ സംഗീതവാചകങ്ങൾ മാത്രമേ വീരരാജവീര എന്നൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ട്യൂണൊക്കെ അതേപോലെ എടുത്തിരിക്കുക. പിന്നെ ചില ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ആ ഉപകരണങ്ങൾ കൊണ്ട് ഇത് ആധുനികമായിട്ട് ചെയ്തതാണ്, പുതിയതാണെന്നൊക്കെ ചിലപ്പോൾ കേൾവിക്കാരെ പറ്റിക്കാം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വരം, ഭാവം, ഇതൊക്കെ ആ ശിവസ്തുതിയുടെ തന്നെ ധാഗർ ബ്രദേഴ്സിന്റെ താളം, എല്ലാം സ്വരം എല്ലാം. ക്രെഡിറ്റ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ക്രെഡിറ്റ് മാറ്റണം സിനിമയിൽ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കോമ്പോസിഷൻ ബേസ്ഡ് ഓൺ എ ദാഗ്രവാരി ട്രഡീഷൻ ധ്രുപദ് എന്നാണ് ഇപ്പൊ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ധ്രുപദ് സംഗീതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതെന്ന്. ധാഗർ ബ്രദേഴ്സിന്റെ ഇൻസ്പയർഡ് എന്നൊന്നും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. അത് പറയാൻ ബുദ്ധിമുട്ടാണല്ലോ. ഈ PhD തീസിസ് ഒക്കെ വരുന്നത് രാധാകൃഷ്ണൻ അറിയാമല്ലോ. മോഷ്ടിച്ച ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല, വേറെ കുറെ പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ ഇത് പൈതൃക ധ്രുപദ് നോട് ബേസ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു രാഗം ബേസ്ഡ് ആണ് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പൊ മോഹനരാഗത്തിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കില്ലേ ദേവരാജൻ മാഷ് തന്നെ, 34 പാട്ടുണ്ടാക്കി. അതെ, എന്ന് പറഞ്ഞതുപോലെ ഒരു ധ്രുപദ് ബേസ് ചെയ്ത് ചെയ്താണെന്ന്. ധാഗറിന്റെ മോഷ്ടിച്ചാണെന്ന് സിനിമയുടെ ക്രെഡിറ്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ക്രെഡിറ്റ് മാറ്റണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി ശിവസ്തുതി ബൈ ഫയസുദ്ദീൻ ആൻഡ് സഹറുദ്ദീൻ ധാഗർ. ആ ധാഗർ ബ്രദേഴ്സിന്റെ ശിവസ്തുതി നിന് ക്രെഡിറ്റ് മാറ്റണം. ഇനി ഈ കേസ് 2 കോടി രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കണം. ഈ ഔട്ട്കം ട്രയലിന് നടക്കാൻ പോണു.
അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ, കാരണം പ്രഥമ ദൃഷ്ട്യ ഇത് മുഴുവൻ കോപ്പിയടിയാണ്. അപ്പോൾ 2 കോടി ഇപ്പം തന്നെ കെട്ടിവെക്കുക. കോടതി ചെലവായിട്ട് 2 ലക്ഷം ഉസ്താദ് വസീഫുദ്ദീൻ സാഗറിന് 2 ലക്ഷം കൊടുക്കും. 2 ലക്ഷം കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു വിധിയൊക്കെ പോലെ ആയി. 1970കളിൽ ഈ ബാപ്പയും അമ്മാവനും കൂടി ചെയ്തതാണ്. ഇതിൽ ബാപ്പ 1989 മയ്യത്തായി, 1994 അമ്മാവനും മയ്യത്തായി. അവരിൽ നിന്ന് ആ മയ്യത്തായവർ ഇദ്ദേഹത്തിനാണ് കോപ്പിറൈറ്റ് എന്ന്, മകനാണ് കോപ്പിറൈറ്റ് എന്നുള്ളത് അവർ വാക്കാൽ പറഞ്ഞിരുന്നതാണ് എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഓർക്കുന്നത്, നമുക്ക് ഒറ്റയടിക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കോപ്പിയടി സമീപകാലത്ത് നടന്നതാണ്. കാന്താര എന്ന് പറഞ്ഞ കൊട്ടിഘോഷിക്കപ്പെട്ട സിനിമയിൽ കേരളത്തിലും ഗംഭീരമായിട്ട് ഓടിയതാണ്. അതിൽ വരാഹരൂപം എന്ന് പറഞ്ഞ് ഭയങ്കര ഹിറ്റായൊരു പാട്ടുണ്ടായിരുന്നു. തൈക്കൂടം ബ്രിഡ്ജ് എന്നൊരു ചെറിയ ബാൻഡ് ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്താണത്. ആ തൈക്കൂടം ബ്രിഡ്ജിന്റെ നവരസ എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായി വിഷ്വലും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സോങ് ഉണ്ട്. ഈ നവരസം അങ്ങനെ തന്നെ കോപ്പി അടിച്ചതാണ് ഈ വരാഹരൂപം എന്നുള്ളത്. ഇതിൻ്റെ കേസും ഒക്കെ നടന്നതാണ്. ഒരുപാട് ഈ മലയാളത്തിലൊരു സംഗീത സംവിധായകനെ പറ്റി ശ്രീനിവാസന്റെ ഒരു സിനിമയില് കോപ്പി സുന്ദർ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പൊതുവെ സിനിമാ സംഗീതത്തിന്റെ അവസ്ഥ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ആചാര്യനായി കാണപ്പെടുന്ന ഈ റഹ്മാൻ പെട്ടതിനെ പറ്റി രാധാകൃഷ്ണൻ എന്ത് തോന്നുന്നു? അല്ല, ഇതില് ഈ കേസിന്റെ ഒരു മുഴുവൻ ഡീറ്റെയിൽസും രാമൻ പറഞ്ഞു കഴിഞ്ഞു. അതെ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇയാളെടുത്ത ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ, ഐ ആം ഇൻസ്പയർഡ് ബൈ ദിസ് സോങ്. കോടതി കണ്ടെത്തിയത് ഇൻസ്പിറേഷൻ അല്ല, ഐഡന്റിക്കൽ ആണെന്നാണ്. കോപ്പിയാണെന്ന് കണ്ടെത്തി. ഐഡന്റിക്കൽ ആണെന്നാണ്. അതെ, ഐഡന്റിക്കൽ, അതാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എന്ന് വെച്ചാൽ അതിനകത്ത് എന്താണുള്ളത്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ്. ഇത് ഇവരുടെ പ്രതിഭാ ദാരിദ്ര്യം തന്നെയാണ് ഇതിൻ്റെ കാരണം. പറഞ്ഞത് നന്നായി. കാരണം ഇയാൾ ഞാൻ കോട്ടയത്തൊക്കെ ജോലി ചെയ്യുന്ന ആ കാലത്തെ, നമ്മുടെയൊക്കെ ഏർലി പീരീഡിൽ ഈ റഹ്മാനൊക്കെ ഉയർന്നു വരുന്ന കാലത്ത്, റഹ്മാൻ ഈ ചിന്ന ആശയം എന്നൊക്കെ പറഞ്ഞ് ചില സൂഫി രീതിയിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പാട്ടുകളിൽ, അതും കൂടിയൊക്കെ കലർത്തും. എനിക്ക് തോന്നിയിരുന്നത്, ഞാൻ ആ കാലത്ത് അൾജീരിയൻ ഗായകനായ ഖാലിദ് എന്ന് പറഞ്ഞൊരാളുടെ കാസറ്റുകളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. കാസറ്റുകൾ ഇറങ്ങുന്ന കാലത്ത് ഈ അൾജീരിയൻ സിംഗർ ഖാലിദിന്റെ പാട്ടുകളോട് ഭയങ്കരമായ സാമ്യം ആ കാലത്ത് തന്നെ റഹ്മാന്റെ പാട്ടുകൾക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ നമ്മള് പിന്നെ നുസ്രത്ത് ഫത്തേ അലി ഖാൻ, സിംഗ്, അതുമായിട്ടും വലിയ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അയാളുടെ ഈ മറ്റേ ഇത് ഈ മെലഡികളൊക്കെ ഉണ്ടല്ലോ. അല്ല, മെലഡികൾക്കെല്ലാം അതിൻ്റെ സ്വാധീനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് പരിജ്ഞാനമുള്ളവർ. എനിക്കൊരു സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ നമ്മൾ പറയണമെങ്കിൽ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒറിജിനലായിട്ടുള്ള പ്രതിഭയുള്ളവരുണ്ടായ ഒരു രംഗം സിനിമയിലെ സംഗീത സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ പ്രതിഭാശാലികൾ രാഘവൻ മാഷ്, ബാബുരാജ്, ദക്ഷിണാമൂർത്തി, ദേവരായൻ മാഷ്, പിന്നെ അർജുനൻ മാഷ്, അത് കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങി ഇങ്ങോട്ടുള്ളൊരു വലിയ നിര, നമ്മുടെ എന്താണ് ഇദ്ദേഹം വരെ മോഹൻ സിത്താര ഒക്കെ അടക്കമുള്ളവരുടെ ഒരു വലിയ നിര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഈ സംഗീതത്തിൽ നമുക്കൊരു ഒറിജിനൽ കോൺട്രിബ്യൂഷൻസ് ഞാൻ ഈ പറഞ്ഞ എല്ലാവരും നടത്തിയിട്ടുണ്ട്. അവരൊന്നും ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. ദേവരായ മാഷ് പറഞ്ഞത്, ഞാൻ 34 പാട്ടുകൾ മോഹനരാഗത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ 34 പറഞ്ഞത്. അപ്പോൾ ഒരു രാഗത്തിൽ തന്നെ പല വിധത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ പ്രതിഭകൾ അണിനിരന്നൊരു രംഗമാണ് നമ്മുടെ സിനിമ. മലയാള സിനിമ ഇപ്പോൾ പലതുകൊണ്ടും എല്ലാം പോയി കഴിഞ്ഞാൽ ആ സിനിമകളൊക്കെ ഇപ്പോൾ കണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോഴും ആ സിനിമകളിലെ പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയ സംഗീതത്തിൻ്റെ പാരമ്പര്യം തമിഴിനുമുണ്ട്. തമിഴ്നാട്ടിനും വലിയ സംഗീതത്തിൻ്റെ പാരമ്പര്യമുണ്ട്. MS വിശ്വനാഥനെ പോലെയുള്ള മഹാപ്രതിഭകൾ, മറ്റേ ഇദ്ദേഹം ആണ് മറ്റേ ശങ്കരാഭരണത്തിനൊക്കെ സംഗീതം ചെയ്ത
കെ.വി. മഹാദേവൻ കെ.വി. മഹാദേവൻ പോലുള്ള മഹാപ്രതിഭകളൊക്കെ സംഗീതം കൊടുത്തിട്ടുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പുതിയ ഒരാളായിട്ട് ഇദ്ദേഹം കടന്നു വരികയും ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ജനസ്വാധീനം ജനകീയമായത് വന്ദേ മാതരം എന്ന് പറയുന്ന ആ പാട്ട് ചെയ്തുകൊണ്ടാണ്. അന്ന് വരെ നമ്മൾ വന്ദേ മാതരത്തിന് കാണാത്ത രീതിയിലുള്ളൊരു താളത്തിൽ ആ പാട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെക്കുറിച്ചാണെങ്കിൽ വളരെ ആരാധനയോടുകൂടി പറയുന്നത് അദ്ദേഹം താളമാണ് അദ്ദേഹം ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത്, താളത്തിൽ വാക്കുകൾ വെച്ച് കിട്ടുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി എന്നുള്ളതാണ്. അതൊക്കെ സമ്മതിക്കാം. പക്ഷേ ഈ മോഷണം അത് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ ഒരു ഒറിജിനൽ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ അയാളുടെ ജീവിതം അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ജീവിതത്തെ വേറൊരുത്തിന് അടിച്ചു മാറ്റുകയാണ്. അത് ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? കോടതിക്ക് ഇത് അത്ര സൂക്ഷ്മമായ പരീക്ഷണം നടത്തിയിട്ടും സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയിട്ടും പഠനം നടത്തിയിട്ടും റിപ്പോർട്ടുകളൊക്കെ മേടിച്ചിട്ടാണ് കോടതി ഈ നിഗമനത്തിലെത്തിയത്. അതിന് കോടതി സ്വന്തം നിലക്ക് എത്തിയതല്ല. അതുകൊണ്ടാണ് ഈ 2 കോടി രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞതും ഇനിയിപ്പോൾ ആ കാശ് കെട്ടിവെക്കാതെ കേസ് നടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സിനിമ ക്രെഡിറ്റ് ലൈനിലെ വേറൊരുത്തൻ്റെ ആരാൻ്റെ കുട്ടിയെ സ്വന്തം ഏറ്റെടുക്കുന്ന പോലുള്ളൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, മൊത്തം ദക്ഷിണേന്ത്യൻ അദ്ദേഹത്തിനാണെങ്കിൽ ഓസ്കാർ കിട്ടിയിട്ടുണ്ട്, ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, കിട്ടാത്ത അവാർഡുകളില്ല. അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസകളാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെ എന്തിനാണ് ഈ മോഷണത്തിന് പോയത്? ഇനി പുറകോട്ട് നമ്മൾ നോക്കേണ്ടി വരും എന്തൊക്കെ മോഷണമാണെന്നുള്ളത്. നമ്മൾ മുഴുവൻ കേട്ടിട്ടില്ല. കുറെ ഇയാൾ വലിയ ഗോപുരം പോലെ നിൽക്കുന്നതുകൊണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടും കേസ് വന്നു കഴിയുമ്പോൾ ഇനി പടക്കം പോലെ വരും. ഇനി പറഞ്ഞു കൊടുക്കും. അല്ല, അത് പറഞ്ഞു തുടങ്ങി അറിയുക തന്നെ വേണം. കാരണം വേറൊരുത്തനുണ്ടാക്കി വെച്ചൊരു സംഗീതത്തെ അപ്പാടം മോഷ്ടിച്ചിട്ട് ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ഏറ്റവും മിതമായ ഭാഷയെ പറഞ്ഞാൽ മഹാവൃത്തികേടാണ്. അപ്പോൾ അവസാനിപ്പിക്കാം. റഹ്മാൻ അനുഭവിക്കട്ടെ. ഈ ചെയ്തതിന് റഹ്മാൻ അനുഭവിക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.